കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. സ്തുതിക്കുന്ന കർത്താവേ, ആരാധന. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന, ആരാധന, ദൈവമേ ആരാധന, ദൈവമേ അതുമാത്രം ഞാൻ കൊതിപ്പൂ. ചേർന്ന് പാടാം. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ശിവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിലേക്ക് നേരവും
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനം പ്രതിഷ്ഠീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നേരവും ആരാധനയും നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിക്കാം യേശുവേ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അതുമാത്രം ഞാൻ കൊതിപ്പൂ അണയണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. ചേർന്ന് പാടാം. സ്നേഹനാഥ വന്നു വസിച്ചിടുമെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. വന്നു വസിച്ചിടുമെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും ഇന്ന് ധ്യാന നിമിഷങ്ങളിൽ നിങ്ങൾ ധ്യാനം എപ്പോഴാണ് കൂടുന്നത് ആ സമയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇറങ്ങി വസിച്ച് നിങ്ങളുടെ ഹൃദയത്തെ അധരത്തെയും ഈശോ അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ. ചേർന്ന് പാടാം. ദൈവസ്നേഹത്തോടെ ഉടമ്പടിയെടുത്ത മക്കളെ ഹൃദയങ്ങളിൽ വന്നിറയണമേ, അവരുടെ കുടുംബങ്ങളിൽ വന്നിറയണമേ, ഓരോ കുടുംബങ്ങളിൽ നിറയണമേ, എല്ലാവരും വന്നിറയണമേ, ഉടമ്പടി നിയോഗം വന്നിറയണമേ. നെഞ്ചത്ത് വെച്ചുകൊണ്ട്, കൈ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഒന്ന് വസിച്ചു അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അവരുടെ മക്കളിലേക്ക് അങ്ങ് ഇറങ്ങി വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുമുറവാർന്ന് വലത് കരം എല്ലാ വചന ശ്രവണ ശ്രോതാക്കളിലേക്ക് കർത്താവേ അഭിഷേകത്തിന്റെ അരുവിയായി നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിരവധിയായ ഭാരങ്ങള്, വീട്ടുകള്, വ്യത്യസ്തങ്ങളായ ജീവിത ഞെരുക്കങ്ങളിലും കടന്നുപോയി മനസ്സ് തളർന്നവരുടെ മേൽ, ശരീരത്തിന് രോഗാതുരമായ അവസ്ഥയിലെ ശരീരം തളർന്നവരുടെ മേൽ കർത്താവേ തിരുമുറവാർന്ന് വലതുകരം, വിശുദ്ധമായ വലതുകരം, ആടിപ്രതാർന്ന വലതുകരം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ജയമാതാവേ, ഈ നിമിഷം ആരാധനിമിഷം മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ശ്രുതികളെ ശ്രുതികളെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സമീപസ്ഥരും വിദൂരസ്ഥരുമായി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ പേരും വിശ്വാസത്തിന്റെ ദൈവസ്നേഹത്തിന്റെ പ്രത്യാശയുടെ അരുവിയെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വ്യത്യസ്തമായ കാലാവസ്ഥകളിലെ വചന കഠിനമാകുമ്പോൾ അതിന് അനുപേക്ഷിതമായി ദൈവസ്നേഹത്താൽ മക്കളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മൃത്യുടെ ചൂടിയവനെ, ഉന്നതമായ നാമത്തിന് സ്വോത്രം ചെയ്ത് കർത്താവേ, കൃപാസനത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് 36 വർഷം അർപ്പിച്ച കൃപാരുടെ യോഗ്യതയാല് ഇപ്പോൾ ആരാധിക്കുന്ന, ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവെ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം കർത്താവെ ഈ ആരാധനയെ ആശ്രയിച്ചുകൊണ്ട് ഇതിനെ കർത്താവെ ഇതിനെ കാലങ്ങളെല്ലാം കൊതിച്ചുകൊണ്ട് ഇപ്പോഴും ആരാധനയെ പ്രവേശിക്കുന്നു, അവർക്കെല്ലാം കർത്താവെ പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സാക്ഷ്യങ്ങളിലെ എന്നെ നന്നായി എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച എല്ലാ സാക്ഷ്യങ്ങളും ലോകോത്തരമാണ്. പക്ഷേ ചില സാക്ഷ്യങ്ങൾക്ക് ഉടമ്പടിയുടെ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെയൊക്കെ എക്സിക്യൂട്ടീവ് പവർ, അതിൻ്റെ മോഡ് ഓഫ് പ്രാന്തി എന്ന് പറയുന്ന അത് ചെയ്വനകളെ ചിലതിനെ ഉടമ്പടിയോട് വളരെയേറെ ചേർന്ന് നിൽക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അത് സർക്കാസ്റ്റിക്കായിട്ട് നമുക്ക് തോന്നും, പക്ഷേ സാക്ഷ്യം ബിബ്ലിക്കലാണ്. സാക്ഷ്യം മിലിൻഡ എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞ സാക്ഷിയാണ്. പല പ്രവിധാന ഇടവകയായിരുന്നു. അവരുടെ വിഷയം എന്ന് പറയുന്നത് അവരുടെ മകൻ സ്പെയിനിലാണ്. അയാൾക്ക് നടക്കുമ്പോൾ ഭയങ്കര വിലക്ഷയം, വിലക്ഷണമായ നടപ്പ് എന്ന് വെച്ചാൽ കാലിൽ ആണി രോഗമുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞ 10 ആണിയുണ്ടെന്ന് പറഞ്ഞു. 10 ആണി കാലിലുണ്ട്. അപ്പോൾ അത് എന്നിട്ട് ഉടനെ അമ്മയോട് പറയണം, ഫോൺ ചെയ്യണം, ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ നടപ്പിൻ്റെ സ്റ്റൈല് തന്നെ മാറി അമ്മേ, ഭയങ്കര കൊടിയ വേദനയുമാണ്. ഇപ്പം നന്നായിട്ടൊക്കെ നടന്നു പോകുന്നവരിങ്ങനെ വികലാംഗരെ പോലും നടക്കുമ്പോൾ നന്നായി നടന്നു പോകുന്നവർക്ക് പോയി പരിചരിച്ചവർക്ക് അത് ഭയങ്കരമായ ഭാരമാണ്. പക്ഷേ ആണി രോഗത്തിന് എന്താ പ്രത്യേക മരുന്നെന്നും ആർക്കും അറിയത്തില്ല. ഉണ്ടാകാം ചില സമയത്ത് ചൂഴ്ന്നൊക്കെ കളയാൻ കാണാം. പലതരത്തിലുള്ള ആൾക്കാർ നാട്ടുക്രിയകളൊക്കെ ചെയ്യണ കാണാം. ഇതുമേ ചിലർ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കും. എന്നാൽ ഇതിൻ്റെ ലാഗിങ് ഭയങ്കരമാണ്. ഇതിൻ്റെ വേദന എന്ന് വെച്ചാൽ നമുക്ക് കാല് കുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു ഭയങ്കര ഡെഡ് എൻഡിൽ എന്ത് ചെയ്യണമെന്ന് അവനെ അറിയത്തില്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് പക്ഷേ ദൈവത്തിന് അറിയാം. ഇതിൻ്റെ അകത്തെല്ലാം വിഷയം ഇതാണ്. ഞാനത് അതായത് ഇപ്പം ഇടയ്ക്കച്ചൻ പറയാറുള്ള വചനമാണ്, എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു.
നമ്മളെപ്പോഴും ഉടമ്പടിയിൽ എടുക്കുന്നൊരു വചനമാണ്. ഇപ്പം ഞാൻ എൻ്റെ നാവിൽ വന്നതുകൊണ്ട് ഷെയർ ചെയ്തതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. പക്ഷേ അതൊരു മദർ വേർഡാണ്. മദർ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബൈബിളിൽ ഒരു വേർഡിൽ നിന്ന് ഒത്തിരിയേറെ വചനങ്ങൾ ഇങ്ങനെ ഗീവ് ബർത്ത് ചെയ്യുന്ന വാക്കുകളുണ്ട്. അതായത് ലോകസ്ഥാപനം മുമ്പ് മുതൽ നിഗൂഢമായിരുന്നതെല്ലാം അവൻ വെളിപ്പെടുത്തിയെന്ന് പറയുന്ന പോലെ ഒക്കൾട്ട് വാക്കുകളുണ്ട്, ഗൂഢവചനങ്ങൾ ബൈബിളിൽ. വെളിപാടില്ലാതെ പറയാൻ പറ്റത്തില്ല. പഠിച്ചത് കൊണ്ടോ സർക്കംസ്റ്റൻസ് നോക്കിയത് കൊണ്ടോ അതിൻ്റെ 6th ലെവൽ പഠിച്ചത് കൊണ്ടോ ബൈബിളിൻ്റെ സംസ്കാരമോ ലാൻഡ് ഹിസ്റ്ററിയോ ചെയ്ത കാലത്ത് ലിറ്റററി ഫോമോ ഒന്നും പഠിച്ചാലും ചില വചനങ്ങൾ പറയാൻ പറ്റത്തില്ല. നമുക്ക് അഭ്യൂഹങ്ങൾ, ഹൈപ്പോത്തസിസ് ഉണ്ടാക്കാൻ പറ്റും. ആ വചനത്തെക്കുറിച്ച് ഇന്നതായിരിക്കാം ഉദ്ദേശിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്നതായിരിക്കാം ഉദ്ദേശിച്ചതെന്ന് പറയണത് ഇന്നതായിരിക്കാമെന്ന് വെച്ചാൽ ആരുദ്ദേശിച്ചതാണ്? എഴുത്തുകാരൻ ഉദ്ദേശിച്ചതെന്നാണ് ഇവർ പറയണത്. ലിറ്റററി ഫോം പഠിക്കുന്നവർ, ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം ഒക്കെ പഠിക്കുന്നവർ എഴുത്തുകാരൻ ഇങ്ങനെയായിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ എഴുത്തുകാരൻ ആരാണ്? സെൻറ്റ് ജോണാണ് എഴുത്തുകാരൻ, സെൻറ്റ് മാത്യു ആണ് എഴുത്തുകാരൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത് ഈ ലാൻഡ് ഹിസ്റ്ററി പഠിച്ചാൽ, 6th ലെവൽ പഠിച്ചാൽ, ഫോം ക്രിറ്റിസിസം പഠിച്ചാൽ, ടെക്സ്റ്റൽ ക്രിറ്റിസിസം പഠിച്ചാൽ പറയാൻ പറ്റത്തില്ല. അവിടെയാണ് ഈ പ്രശ്നം വരണത്. എന്താണ് ദൈവം ഉദ്ദേശിച്ചത്? ചില കാര്യങ്ങൾ ദൈവം ഉദ്ദേശിക്കണത് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടില്ലാതെ പറയാൻ പറ്റത്തില്ലെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വെളിപാട് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് വെളിപാടിൻ്റെ കാലം അപ്പോസ്തല കാലത്തോടു കൂടി ക്ലോസ് ചെയ്തു. പക്ഷേ ഇപ്പോഴും സ്വകാര്യ വെളിപാടുകൾ ഉണ്ടാകുന്നുണ്ട്. സ്വകാര്യ വെളിപാടുകൾ ഇല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ, ക്രിസ്തീയ ജീവിതം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ മനുഷ്യജീവിതമല്ല. സ്വകാര്യ വെളിപാടില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ, അത് ജീവിതം മുന്നോട്ട് പോകും, പക്ഷേ ക്രിസ്ത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴീ അമ്മ ചേച്ചി തന്നെ മെലിങ്ട എന്താ ചെയ്തത്? അവർക്കൊരു വെളിപാടുണ്ടായി. അതൊരു വെളിപാടാണ്. എന്നുവെച്ചാൽ ദൈവം അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന വിശുദ്ധമായ തോന്നൽ. അങ്ങനെ വിശുദ്ധമായ തോന്നൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്വിപ്ഡ് ആയിരിക്കണം. ഓൺലൈൻ പരിശുദ്ധാത്മാവുമായിട്ട് ഓൺലൈനായിരിക്കണം. അല്ല ഫയർ എഞ്ചിൻ സ്പിരിച്വാലിറ്റി കൊണ്ട് പറ്റത്തില്ല. ഫയർ എഞ്ചിൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പെരക്കത്തി പിടിക്കുമ്പോൾ മാത്രം ഫയർ എഞ്ചിനെ വിളിക്കും, അതിൻ്റെ നമ്പർ നോക്കിയെടുക്കും. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം ദൈവത്തെ വിളിക്കുന്ന ഒരു വിശ്വാസ രീതികളുണ്ട്. ഉടമ്പടി ഈ അവസ്ഥയിൽ നിന്നാണ് 10,000-ങ്ങളെ കറക്റ്റ് ക്രിസ്ത്യ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഈ ചേച്ചിക്ക് എന്ത് ചെയ്യണമെന്നറിയാം. എന്താ കാര്യം? ഈശോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാം. അതാണ് വിഷയം. ഇപ്പം യോഹന്നാൻ 6:6 എഴുതിയിരിക്കുന്നത് എന്താണ്? നേരം വൈകി ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം മേടിക്കാൻ അവരെ പറഞ്ഞേക്കാൻ. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കാൻ പറയും. അപ്പോൾ ഈ നിങ്ങൾ തന്നെ കൊടുക്കാൻ പറയത്തില്ലേ, അതിലാണ് ഈ വിശ്വാസി ജീവിക്കണത്. ഇപ്പം ഉടമ്പടി നമുക്ക് തന്നെ എന്തിനാണ്? നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കാൻ. വെരി വെരി ക്ലിയർ അല്ലേ അതിനകത്തുനിന്ന്? അപ്പോൾ ഉടമ്പടി നമുക്ക് തന്നെ എന്തിനാണ്? ഈശോയുടെ ഒരു വാഗ്ദാനമാണ്. എന്താണ്? നിങ്ങൾക്ക് തന്നെ ഇത് കൊടുക്കാൻ കഴിയും. ഈശോ മാത്രമേ അങ്ങനെ ലോകത്ത് പറഞ്ഞിട്ടുള്ളൂ. എന്നെ ശ്രവിക്കുന്ന ഓരോ വിശ്വാസിയും നിൻ്റെ ജീവിത പ്രശ്നങ്ങൾ, എൻ്റെ താക്കോല് നിൻ്റെ കയ്യിൽ തന്നെ കർത്താവ് തന്നിട്ടുണ്ടേ. മനസ്സിലായില്ലേ? അച്ഛൻ പറഞ്ഞ മനസ്സിലായോ? അതായത് നിൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ താക്കോല് നിൻ്റെ കയ്യിൽ തന്നെ കർത്താവ് തന്നിട്ടുണ്ട്. പക്ഷെ നീ എന്താ ചെയ്യേണ്ടത്? കർത്താവുമായിട്ട് ഒരു ഐക്യപ്പെടണം. ഇപ്പം യേശുക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെട്ടവൻ അവനോടുകൂടി ഏക ആത്മാവായി തീരുന്നു. എന്ന് സ്തുതിച്ച മക്കളെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന.
എഴുന്നേൽക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങള് ഈ വചനം ശ്രവിച്ചിട്ടുള്ള ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, തലവാ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, ജീവിക്കുന്നതിനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, ഞങ്ങൾക്ക് വേണ്ടി കരചരണങ്ങളിൽ ആണിപ്പെടുത്തേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്ഷതങ്ങൾ ഏറ്റവനെ, അങ്ങയുടെ രക്തപങ്കിരമായ അങ്ങയുടെ മുറിവിലാണല്ലോ സൗഖ്യപ്പെടുന്നത് എന്ന് വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, എപ്പോഴും കിടപ്പ് രോഗികളിൽ രക്തം തളിക്കപ്പെടട്ടെ. എന്റെ കർത്താവേ, ഉള്ളംകാൽ മുതൽ ഉച്ചവരെ ഓരോരോ വേദനകള്, ക്യാൻസർ രോഗങ്ങള്, സിസ്റ്റ് രോഗങ്ങള്, കോവിഡ് രോഗങ്ങള്, ഭക്ഷ്യരോഗങ്ങള്, കരള് രോഗങ്ങള്, ഈശോയെ, രോഗങ്ങള്, PCOD രോഗങ്ങള്, ആരിസസ് രോഗങ്ങള്, നടുവിന്റെ വേദന, കിഡ്നി രോഗങ്ങള്, രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. സമാപനാശീർവാദ സമയമാണ്. ശേഷം മൗനമായി പ്രാർത്ഥിക്കുക. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ഉടമ്പടിയിൽ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളവർ, തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുള്ളവർ, ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ളവർ, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നവർ, തത്സമയ നിയോഗങ്ങൾ എല്ലാം ഓർത്ത് കരങ്ങൾ ഉയർത്തി അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അങ്ങ് സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. കർത്താവേ, തീരാ രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്ന കർത്താവേ. കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന നന്ദി പറയുന്ന കർത്താവേ. കർത്താവേ, അങ്ങ് കൃപ ചൊരിയുന്നതിന് നന്ദി പറയുന്ന കർത്താവേ. ഉടമ്പടിയിൽ 6 നിയോഗങ്ങളുടെ മേല് അങ്ങ് സ്പർശിക്കുന്നതിന് ദിവ്യകാരുണ്യ ശക്തി അങ്ങ് മുദ്ര ചെയ്ത് നന്ദി പറയുന്നു. അന്ന് കർത്താവേ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ വിവേചനാധികാരത്തോടുകൂടി കർത്താവെ ഏറ്റെടുക്കുവാനും അമ്മയുടെ ഭക്തി ലോകം മുഴുവനും പ്രചരിക്കപ്പെടാൻ കൃപ ചൊരിയണമേ. കർത്താവെ, ശുശ്രൂഷയിലായിരുന്നു കൊണ്ട്, കർത്താവെ ലൈവിലായിരുന്നു കൊണ്ട് പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അങ്ങ് തൊടുന്നതിന്, സൗഖ്യപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ